സാമുലെ, നടക്കാൻ പാടില്ലാത്തതൊക്കെ ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം ഭരിക്കുന്ന പാർട്ടിയുടെയും ഉദ്യോഗസ്ഥരുടെയൊക്കെ അനാസ്ഥ തന്നെയാണ്, അല്ലേ? ഞങ്ങളുടേത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയൊക്കെ തന്നെയാണ്, അല്ലേ? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. പാർട്ടി ചില ശക്തമായ പ്രതിഷേധ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സാമുവലിന്റെ മകൻ മരിച്ച റോഡിന്റെ അഴിമതി പുറത്തു കൊണ്ടുവരുന്നവരെ ഒരു അനിശ്ചിതകാല നിരാഹാര സമരം. നിരാഹാരം ശാന്തം കിടക്കും. എന്താ കിടന്നാല് നിരാഹാര പന്തലില് സാമുവലിന്റെ ശക്തമായ സാന്നിധ്യം വേണം. ചാനലുകാരും പത്രക്കാരും ഒക്കെ വരുമ്പോ ഒന്ന് കാര്യങ്ങളൊക്കെ മനസ്സ് തുറന്ന് പറഞ്ഞേക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു. അതെ, നാറിത്തരം പറയുന്ന നേരവും കാലം ഒക്കെ ഉണ്ട്. ഒന്ന് വിളിച്ചോണ്ട് പോടാ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, ഈ ചെറുതോണി പഞ്ചായത്തിന് മുന്നിൽ UDPയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു സമരപ്പന്തൽ ഉയർത്തേണ്ടി വന്നതിന് കാരണം നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ ഒരേ ഒരു സൈനികനായ ശ്രീ സാമുവലിന്റെ കുഞ്ഞുമകൻ അധികാരികളുടെ അനാസ്ഥ കാരണം അതിദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുകയാണ്. 4 മാസം മുമ്പ് പണിത റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് അപകടകരമായ അവസ്ഥയിൽ തുടരുന്നു. റോഡ് നിർമ്മാണത്തിലെ അഴിമതി വീരന്മാരെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അനിശ്ചിതകാല നിരാഹാര സമരം ഈ വാർഡിലെ പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി O ശാന്തൻ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഈ ചരിത്ര സമരത്തിന്റെ സാരഥ്യം ഈ നിരാഹാര സമരം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാവും? അങ്ങനെ ദിവസക്കണക്കൊന്നുമില്ല. ഒന്നെങ്കിൽ കാര്യം തീരുമാനമാണോ, അല്ലെങ്കിൽ ആള് തട്ടിപ്പോണം. എഞ്ചിനീയർ ഇല്ലില്ല, അത് എന്താ? എഞ്ചിനീയർ സാർ ആളെ ബോധിപ്പിക്കുന്ന സമരമാണ്. ആ, ഞാൻ ഓഫീസിലുണ്ട്. ശരി സാർ. സാർ ആ സാർ, എൻ്റെ പേര് സാമുവൽ. ഇരിക്കെ. താങ്ക്സ്. കഴിഞ്ഞ ദിവസം കരിങ്കുന്ന റോഡിൽ സ്കൂട്ടർ മറിഞ്ഞൊരു ആക്സിഡൻറ്റിൽ മരിച്ചത് എൻ്റെ മകനാണ്. ഓ, നിങ്ങളുടെ മകനായിരുന്നു അത്? സാർ, 4 മാസം മുമ്പ് ടാർ ചെയ്ത റോഡാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് സാറാണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. സി സാമുവൽ, നിങ്ങൾ പട്ടാളത്തിലായതുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല അറിവില്ല. സാർ, പക്ഷെ ഞാൻ ജനിച്ചു വളർന്നത് ഈ നാട്ടിൽ തന്നെയാണല്ലോ. ശരിയാ സാമുവൽ, ഇവിടെ റോഡ് നിർമ്മിക്കാനും ടാർ ചെയ്യാനും കോൺട്രാക്ട് കൊടുക്കാനും അത് പിന്നെ ഒരാൾ ഏറ്റെടുത്ത് നടത്താനും ഒക്കെ അതിന് അതിൻ്റേതായ രീതികളൊക്കെ ഉണ്ട്. സാർ, നിങ്ങളുടെ രീതി എന്താണോ അങ്ങനെ തന്നെ ആ റോഡ് നന്നാക്കണമെന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇതൊന്നും നിങ്ങൾ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരും വന്ന് ആ റോഡ് നന്നാക്കണം ഈ റോഡ് നന്നാക്കണം എന്ന് പറയുമ്പോഴേക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. പിന്നെ ഞങ്ങൾ ആരുടെ അടുത്താണ് സാർ പോയി കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വല്ല പരാതിയോ പ്രതിഷേധമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴികൾ നോക്കാം. പിന്നെ നിങ്ങൾക്കും കൂടി വേണ്ടിയാണല്ലോ അവിടെ സമരം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് പോയിരിക്കാം. പഴംപൊരിയല്ലേ പോണേ? ഹലോ, ഇല്ലില്ല, സാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. 7:30 മണിക്ക് പനങ്ങാട് അഴിമതിരഹിത കേരളം സിംബോസിയം. അത് കഴിഞ്ഞ് നേരെ ആനക്കൈ ഒഴിച്ചിൽ കേന്ദ്രത്തിലേക്ക്. ഇല്ലില്ല, കുറച്ച് ദിവസത്തേക്ക് ഔദ്യോഗിക പരിപാടികളൊന്നും ഏറ്റെടുത്തിട്ടില്ല. ശരി ശരി, ഞാൻ പറഞ്ഞേക്കാം. എത്രയോടെ അവള് പറയുന്നത്? ഒരു 17. ഉറപ്പിക്കാവോ? ആ, അത് മാക്സിമം എന്നാ പുള്ളിക്കാരൻ പറയുന്നത്. കുറച്ചും കൂടെ കുഴിച്ചു നോക്ക്. ആ
ഇല്ലെങ്കിൽ അതിൽ ഉറപ്പിച്ചോ. ആ നോക്കാം. പിന്നെ ഈ രജിസ്റ്റർ മാരേജിന്റെ പേപ്പറിലൊക്കെ വരുന്ന പോലെ പേരിനൊരു ടെൻഡർ മതി, മനസ്സിലായോ? ആ കുമാരനും ടീമും ഗ്രൂപ്പ് യോഗം കൂടി ഇന്നൊരു ന്യൂസ് ഉണ്ട്. എന്തായാലും നടക്കട്ടെ. ഒരു പരിധി വരെ നമുക്ക് ക്ഷമിച്ചു നോക്കാം. ഇല്ലെന്ന് വെച്ചാ പറിച്ചെടുത്ത് ദൂരകളെ. നമസ്കാരം നമസ്കാരം. തന്നോ? ഓ ശരിയാക്കി ശരിയാക്കി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു. ആ മരിച്ച കുട്ടിയുടെ അപ്പൻ. ആ മന്ത്രി ഇന്ന് നല്ല തിരക്കിലാ. പിന്നെ ഒരു ദിവസം വരും കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആ ഒരുപാട് ഡിലേ ആക്കണ്ട. ആ സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. തന്നോടല്ലടോ മലയാളത്തിൽ പറഞ്ഞത്. ആ യോ ആ ശരി, ബൈ. ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് തീരാത്ത കടപ്പാടുണ്ട്. ഈ പ്രതിഷേധ പരിപാടിയുടെ വിജയത്തിനായി ഞങ്ങളുടെ പാർട്ടി ഏതറ്റം വരെ പോകുവാനും പ്രതിജ്ഞാബദ്ധരാണ്. നന്നായിട്ടുണ്ട്. ശരി, ഇത് ഇന്നേരം കാണിക്കലോ അല്ലേ? ഉച്ചക്കിട്ടല് കാശ് ചെയ്യും. പട്ടിണി കിടന്നാലെന്താ, നല്ല മൈലേജല്ലേ കിട്ടാൻ പോണത്. ഇന്ധനം അടിക്കാതെ മൈലേജ് കിട്ടിട്ട് എന്താ കാര്യം? സാറേ, ഞാനാണ് ജോസൂട്ടി. മറ്റേ റോഡിന്റെ കാര്യം കുറച്ച് കുഴപ്പത്തില. ഞങ്ങൾ ചെറിയൊരു മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഓഹോ, MLA ഫണ്ടായാലും പഞ്ചായത്ത് ഫണ്ടായാലും വേണ്ടപ്പെട്ടവരൊക്കെ ടച്ച് ചെയ്തിട്ടേ കാര്യം നടക്കത്തുള്ളൂ. ഈ ചീള് കേസ് ഒതുക്കാൻ പറ്റുന്നില്ലെങ്കിൽ താനൊക്കെ എന്തിനാണോ മെമ്പറാന്ന് പറഞ്ഞ് നടക്കുന്നത്? നിരാഹാരോ ഉപ്പ് സത്യാഗ്രഹോ എന്നാ മണ്ണാക്കട്ടെയാണെങ്കിലും എല്ലാം താഴെ തട്ടിയും തീർത്തോണം. എന്നോടൊന്നും ചോദിച്ചു വരരുത്. വാ, കാര്യങ്ങളൊന്ന് വിളിച്ച് പറയാന്ന് വിചാരിച്ചപ്പോ അയാൾ ഇങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കുന്നു. ഇതിലിപ്പോ അത്ര ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഓഫീസിൽ വന്ന് കയറി ഡയലോഗ് അടിച്ചപ്പോ തിരിച്ചു മറുപടി പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. സംഗതി ശരിയാ. ആളൊരു പട്ടാളക്കാരനല്ലേ. അവിടെ എവിടെയെങ്കിലും കയറി ഇറങ്ങി എന്തെങ്കിലും അന്വേഷണം പ്രഖ്യാപിച്ചാൽ അതൊരു പണി. ശരിയാ. ഇത്തരത്തിലുള്ള എത്രയോ കേസുകൾ നമ്മൾ തീർത്തിട്ടില്ലേ? ലോകത്തിൽ ആരും അറിയാതെ വൃത്തിയായി വെടിപ്പായി. ഇതിപ്പോ ഒരു പട്ടാളക്കാരൻ, അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. അതെ, പന്തലിരുന്ന് സമരം ചെയ്യുന്നവരെയാ സൂക്ഷിക്കേണ്ടത്. എലക്ഷൻ അല്ലേ, അവരെന്തും കാട്ടിക്കൂട്ടും. അതിനിപ്പോ ഒരു പരിഹാരം ഉണ്ടാവും. അതൊക്കെ ഈ മെമ്പറുടെ ഓരോ പ്ലാനുകളല്ലേ. കുതികാലവെട്ടിന്റെ വിവിധ മേഖലകളിൽ ഡിഗ്രി എടുത്തിട്ടുള്ളവരാ. പലതരം കളികളും കളിക്കും അല്ലേടോ? ആ, അങ്ങനെ കളിച്ചല്ലേ കോടാലി ചിഹ്നത്തിൽ മറ്റവൻ സ്ഥാനാർത്ഥിയായത്. എല്ലാരും ഉണ്ടല്ലോ. ആ ഇരിക്ക്. ശാന്തം ചാവാറായോടോ? ദാ ഇത് തന്റെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് കൊടുക്ക്. നിങ്ങൾ തമ്മിലുള്ള പാലത്തിന്റെ ബലം ഒന്ന് കൂടട്ടെ. നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം പെട്ടെന്ന് പിൻവലിക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാ. അതിനാണല്ലോ ഇത്.